ഈ വർഷത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 99.07% വിജയം. 2025 അപേക്ഷിച്ച് എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം പകുതിയായി കുറഞ്ഞു. 4,14,290 പേർ പരീക്ഷ എഴുതിയതിൽ 4,10,456 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 30,514 വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയത്. എന്നാൽ കഴിഞ്ഞ വർഷം 61,449 ആയിരുന്നു എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണം. 2,105 സ്കൂളുകളാണ് 100% വിജയം കരസ്ഥമാക്കിയത്. 767 സർക്കാർ സ്കൂളുകൾ 100% വിജയം നേടി. 930 എയ്ഡഡ് സ്കൂളുകളും 408 അൺഎയ്ഡഡ് സ്കൂളുകളും 100% വിജയം നേടി. പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ ജില്ല, 99.72%. മലപ്പുറം ജില്ലയിലെ PKMM-HSS ഇടരിക്കോട് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. 2030 വിദ്യാർത്ഥികൾ ഇവിടെ പരീക്ഷ എഴുതി. വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്തതിനാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഇത്തവണ പ്രഖ്യാപനം നടത്തിയത്. ഉപരിപഠനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് +1 അഡ്മിഷനായി മെയ് 25 മുതൽ അപേക്ഷ സമർപ്പിക്കാം. ജൂൺ ആദ്യവാരത്തിൽ +1 പ്രവേശന നടപടികൾ ആരംഭിക്കാനാണ് നീക്കം. SSLC ഫലത്തിന്റെ പുനർമൂല്യനിർണ്ണയത്തിനായി മെയ് 16 മുതൽ അപേക്ഷിക്കാം. മെയ് 21 തീയതിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. പരീക്ഷ പാസ്സാകാൻ സാധിക്കാത്തവർക്ക് വീണ്ടും ഒരു അവസരം നൽകുന്ന സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. മാർച്ച് 5 മുതൽ മാർച്ച് 30 വരെയായിരുന്നു ഈ വർഷത്തെ SSLC പരീക്ഷകൾ നടന്നത്. ഏപ്രിൽ 14 മുതൽ മെയ് 2 വരെയായിരുന്നു മൂല്യനിർണ്ണയം. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.